നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. റോമ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല എന്ന് പറയും പോലെയാണ് ഉമ്മൻചാണ്ടി ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല എന്ന്. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മന് മാത്രം അത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടായിരിക്കണം നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ചില വിമർശനങ്ങളും പരാതികളുമായി അദ്ദേഹം രംഗത്ത് വന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് ഒരു ചുമതലയും നൽകാതെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അവഗണിച്ചു എന്നുള്ള പരാതിയാണ് ഉമ്മൻചാണ്ടിയുടെ പുത്രൻ ചാണ്ടി ഉമ്മൻ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ അതിന്റെ വാസ്തവം എന്താണ്? കോൺഗ്രസിൽ ഇപ്പോൾ നിലവിലുള്ള നേതാക്കൾക്കെതിരെ നിറഞ്ഞ അസംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ ചാണ്ടി ഉമ്മന്റെ വാക്കുകളിൽ കാണുന്നത്. അതിന് കാരണവുമുണ്ടെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഭരണശേഷം പുതുപ്പള്ളിയിൽ അദ്ദേഹത്തെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചെങ്കിലും കാര്യമായ പരിഗണനയൊന്നും പാർട്ടി നൽകാൻ വി സതീശൻ അടക്കമുള്ളവർ തയ്യാറായില്ലത്രേ. യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ ചാണ്ടി ഉമ്മനുണ്ടായിരുന്ന ഭാരവാഹിത്യം പോലും വി സതീശനും ഷാഫി പറമ്പിലും ഒക്കെ ഇടപെട്ട് AC വേണുഗോപാലിനെ ഉപയോഗിച്ച് അത് ഇല്ലാതാക്കിയെന്നാണ് എ ഗ്രൂപ്പിലെ ചില നേതാക്കളും ചാണ്ടി ഉമ്മൻ തന്നെയും പരാതി പറയുന്നത്. തന്നെ കേരളത്തിലെ പാർട്ടിയിൽ നിലനിർത്താൻ വൈമുഖ്യമുള്ള ചില നേതാക്കൾ ഇപ്പോഴും ഈ പാർട്ടിയിലുണ്ട് എന്ന് അദ്ദേഹം കരുതുന്നു. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഷാഫി പറമ്പിലിനെയാണ്. ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയുടെ വളരെ വിശ്വസ്തനായി അറിയപ്പെടുന്ന ഷാഫി പറമ്പിലാണ് ഇപ്പോൾ തനിക്ക് നിരന്തരം പാര പണതുകൊണ്ടിരിക്കുന്നതാണ് ചാണ്ടി ഉമ്മന്റെ അഭിപ്രായം, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മന്റെ പരാതി. അതിനെ വി സതീശൻ അടക്കമുള്ളവർ കൂട്ടുനിൽക്കുകയാണെന്നും ചാണ്ടി ഉമ്മൻ പരാതി പറയുന്നു. യൂത്ത് കോൺഗ്രസിലെ ദേശീയ ഭാരവാഹിത്വത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല, സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും ഒരു കാര്യത്തിലും തന്നെ അടുപ്പിക്കുന്നില്ല എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. ഇതിനുള്ള വലിയ വിഷമം അദ്ദേഹം രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ തുടങ്ങിയ സീനിയർ നേതാക്കളെ അറിയിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ലെഗസി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനും പോലെയുള്ള ആൾക്കാർ തട്ടിയെടുക്കുകയാണെന്നും തന്നെ മാറ്റി നിർത്തുകയാണെന്നുമാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹപ്രകാരമല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുത്തത്. JS അഖിലിനെയായിരുന്നു ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പിൽ കൊണ്ടുവന്നത്. ഇത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനും വലിയ വിഷമമുണ്ടാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മനെ കോട്ടയത്തെ ഒരു കോൺഗ്രസ് നേതാവാക്കി മാറ്റുന്നതിൽ പല ആളുകളും, പ്രത്യേകിച്ച് എ ഗ്രൂപ്പിലെ പഴയ താപ്പാനകൾ എതിർ നിൽക്കുന്നതായും വി സതീശൻ അവർക്ക് പിന്തുണ നൽകുന്നതായും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനും പരാതിയുണ്ട്. എന്തായാലും ഇപ്പോഴുള്ള നേതൃത്വത്തിനെതിരെ വലിയ അസംതൃപ്തിയും എതിർപ്പുമാണ് ചാണ്ടി ഉമ്മനും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനും ഉള്ളതെന്ന് പല നേതാക്കളും രഹസ്യമായി പറയുന്നുണ്ട്.